എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് കൂട്ടം കറികളാണ് പരിചയപ്പെടുത്തുന്നത് കേട്ടോ. ഒരു ഒഴിച്ചുകറിയും ഒരു തോരൻ പോലും. കാരണം നമ്മളിതിനെ കടച്ചക്ക ചീമച്ചക്ക എന്നൊക്കെ പറയാറുണ്ട്. കാരണം ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ് മിക്ക ആൾക്കാരും അല്ലേ. സീസൺ സമയത്ത് മാത്രമേ ഇത് കിട്ടുള്ളൂ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ തുടക്ക സമയത്ത് നല്ല വില കൊടുത്ത് വാങ്ങിച്ചതാണ് കേട്ടോ. കാരണം നമ്മൾ ഒരെണ്ണം എടുത്തിട്ട് തന്നെ തോലൊക്കെ ചെത്തി മാറ്റി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിങ്ങനെ പച്ചയ്ക്ക് കഴിക്കാനും വേറൊരു ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ കഴിക്കാൻ മടിപ്പ് തോന്നാത്തൊരു രീതിയാണ് കേട്ടോ. അതിൻ്റെ തോലൊക്കെ ചെത്തിയിട്ട് നമുക്ക് ഇതിനെ ചെറുതായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ അരിഞ്ഞ് എടുക്കാവുന്നതാണ്. ഇത് വെച്ചിട്ട് ഒരുപാട് റെസിപ്പികൾ നമ്മൾ കഴിച്ചിട്ടുള്ളതാണ്. ഇത് സിമ്പിളായിട്ട് ചെയ്യുന്നതാണ്. മിക്ക ആൾക്കാർക്കും കൂടുതൽ ഇഷ്ടമെന്ന് വെച്ചാൽ ഇതിങ്ങനെ തോലൊക്കെ കളഞ്ഞിട്ട് വലിയ പീസുകളായിട്ട് പുഴുങ്ങിയെടുത്ത് തേങ്ങാപ്പാലോ അല്ലെങ്കിൽ തേങ്ങ ചിരകിയതോ ചേർത്തിട്ട് കഴിക്കാനായിരിക്കും മിക്ക ആൾക്കാർക്കും ഇഷ്ടമല്ലേ. അത് നമുക്ക് നല്ലൊരു റെസിപ്പി പരിചയപ്പെടുത്തുന്നുണ്ട്. അതിനെ കൊടുത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന രണ്ട് കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട് കേട്ടോ. അന്നേരം മൺചട്ടി അടപ്പ് വെച്ചു നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പച്ചമുളക്, പിന്നെ സവാളയോ അല്ലെങ്കിൽ കുഞ്ഞുള്ളിയോ, സമയമുള്ളവരാണെങ്കിൽ കുഞ്ഞുള്ളി എടുക്കുക. അതിനകത്ത് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതൽ കേട്ടോ. എന്നിട്ട് ഇതൊക്കെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. വഴണ്ടി വരുമ്പോഴത്തേനും അതിലേക്ക് നമ്മൾ ഈ ഒരു കഷ്ണങ്ങളായിട്ട് വെച്ചിട്ടുള്ള ചീമച്ചക്കയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക. ഒരുപാടിട്ട് വഴറ്റി നമ്മൾ സമയം കളയണ്ട. സിമ്പിളായിട്ട് എന്നാൽ പെട്ടെന്ന് എന്നാൽ അതീവ രുചികരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ കറിയാണ് കേട്ടോ. അത് കൊച്ചു കുട്ടികൾക്ക് മുതൽ എല്ലാവർക്കും വലിയ ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ്. പാചകം കൃത്യമായിട്ട് അറിയണം എന്നില്ല, കൃത്യമായിട്ടൊരു അളവുകളൊന്നും ഞാൻ പറയണില്ല കേട്ടോ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഒരു മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി ലേശം ചേർത്ത് കൊടുക്കുന്നുണ്ട്, മഞ്ഞൾപ്പൊടി, ഈ പൊടികളെല്ലാം ചേർത്ത് ഒന്നൊന്ന് ഇളക്കുക. ഇതിൻ്റെയൊക്കെ ഒന്ന് വാടി വന്നാൽ മതി, ഒരു പച്ച മണം മാറി കിട്ടിയാൽ മതി. ഒരുപാട് വയണ്ട് ഒരുപാട് എണ്ണയൊന്നും ഒഴിച്ച് നമ്മൾ ചെയ്യുന്നൊരു കറിയല്ല ഇത് കേട്ടോ. എന്നിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ അരച്ച് മരയ്ക്കാതെയൊക്കെ വറുത്തരച്ചൊക്കെ പല രീതിയിൽ നമ്മൾ ഈ ഒരു ചീമച്ചക്കയെ ചെയ്യാറുണ്ട്. ഞാൻ പിന്നെ എന്തിനു കൂടുതൽ തേങ്ങാക്കൊത്തും കൂടി ഇടും. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അത്. കറിയുടെ കൂട്ടത്തിൽ ചോറിൻ്റെ ഒക്കെ കൂടുതൽ ഇളക്കി കഴിക്കുമ്പോൾ എന്നിട്ട് ഈ പൊടികളുടെ പച്ചമണം കൂടെ ഒന്ന് മാറിക്കിട്ടണം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഇപ്പം പിങ്ക് ഡാലാണ് ഇട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സാധാരണ തൊമരപ്പരിപ്പുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇത് രണ്ടും ഒരേ ടേസ്റ്റ് തന്നെയൊക്കെയാണ്, കളർ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. കാരണം വലുതായിട്ട് വേവൊന്നുമില്ല. കുക്കറിൽ ഇട്ട് വേവിച്ച് അതിൻ്റെ ഒരു നാച്ചുറൽ ടേസ്റ്റ് കളയണ്ട. ഇതൊക്കെ പെട്ടെന്ന് തന്നെ മൺചട്ടിയിലാണെങ്കിലും വെന്ത് കിട്ടുകയും ചെയ്യും, നല്ല ടേസ്റ്റും ആയിരിക്കും. ഒരുപാട് വേവുള്ളതൊക്കെയാണ് നമ്മൾ കുക്കറിലോട്ട് ഇടേണ്ട ആവശ്യം. എന്നിട്ട് നമ്മൾ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലപോലെ ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ പാകത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനെ നമുക്ക് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പം വെന്ത് കഴിയുമ്പം തന്നെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. വേറെ ഒന്നും നമ്മളിതിൽ ചേർത്തിട്ടില്ല. തേങ്ങ അരച്ചോ അല്ലെങ്കിൽ ഒരുപാട് എണ്ണ ഒഴിച്ചോ വഴറ്റി ഒന്നും ചെയ്യണം. പിന്നെ ഇതിലേക്ക് നമ്മൾ കടുക് താളിച്ച്, ചുമന്നുള്ളി കൂടുതൽ ഇട്ടിട്ട് കടുക് താളിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുത്തൊരു കറിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. സിമ്പിളാണെന്ന് വെച്ചിട്ട് അതിന് ടേസ്റ്റിലൊരു ഒരു എന്താ പറയണേ ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മൾ ചട്ടി പോലും വടിച്ചെടുക്കണം അതേ ടേസ്റ്റാണ്. മീനും ഇറച്ചി മാത്രമേ കഴിക്കുള്ളൂ എന്ന് നിർബന്ധമുള്ള ആരാണെങ്കിലും ഇതിലൊരു ഇച്ചിരി കഴിച്ചൊന്ന് ചോറുണ്ട് നോക്കി നിങ്ങളിതിൻ്റെ ഒരു വലിയൊരു ഇഷ്ടപ്പെടുന്നവരായിരിക്കും കേട്ടോ. അതിന് നമുക്ക് നേരെ ചൂട് ചക്കയുടെ കൂട്ടത്തിൽ ഇതൊന്ന് കഴിക്കണം. ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് ഈ ഒരു ചക്ക എന്നല്ല, ഇത് ഏത് രീതിയിൽ നമുക്ക് വെജിറ്റബിൾ ആണെങ്കിലും സിമ്പിളായിട്ട് വെക്കാൻ പറ്റുന്നൊരു കറിയാണ് കേട്ടോ. പ്രത്യേകിച്ച് വറുത്തരയ്ക്കോ തേങ്ങ അരയ്ക്കോ വയറ്റി സമയം കളയോ ഒന്നും വേണ്ട. ചെറുതായിട്ടൊന്ന് വാടി വരുമ്പം തന്നെ മുളക് പൊടി, മല്ലിപ്പൊടി അല്ലെങ്കിൽ പരിപ്പോ ഇട്ടിട്ട് ഒന്ന് കടുക് താളിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ അസാധ്യ ടേസ്റ്റാണ്. കറി റെഡിയാണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചീമച്ചക്ക വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ തോരനാണ് കേട്ടോ. തേങ്ങ ചിരകിയത് നമ്മുടെ ഒരു ടേസ്റ്റ് അനുസരിച്ച് മൺചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ സ്പെഷ്യലായിട്ടൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് നമുക്ക് എപ്പോഴും കിട്ടുന്ന ചേരുവയാണ്. ചീമച്ചക്ക ഉണ്ടെങ്കിൽ ചീമച്ചക്ക വെച്ച് ചെയ്യാം, മറ്റ് പച്ചക്കറികൾ വെച്ചും ചെയ്യാവുന്നില്ല. പക്ഷേ ചീമച്ചക്കയിലാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. ഇതിലേക്ക് നമ്മൾ സവാളയോ അല്ലെങ്കിൽ ചുമന്നുള്ളിയോ ചേർത്ത് കൊടുക്കുക. നമ്മളിപ്പോൾ അരമുറി സവാള ചെറുതായിട്ട് ഇച്ചിരി വലിയതായിട്ട് പൊടിപൊടിയായിട്ടല്ല, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അരിഞ്ഞിട്ടാണ് കേട്ടോ. എന്നിട്ട് ഒരുപാട് ചേരുവകളൊന്നും നമ്മളിതിലേക്ക് ചേർക്കുന്നില്ല. സിമ്പിളായിട്ട് എന്നാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു തോരൻ വയ്ക്കുന്നത്. വെളുത്തുള്ളി, ചുമന്നുള്ളി, അതിൻ്റെ കൂട്ടത്തിൽ ചുമന്നുള്ളി വേണമെങ്കിൽ ചേർത്താൽ മതി. നമ്മുടെ കുരുമുളകില്ലേ ഫ്രഷായിട്ട് ചതച്ചത്, കറിവേപ്പിലയും കൂടെ, ഈ 3 ചേരുവകൾ ചുമന്നുള്ളിയും കൂടെ ചേർത്താലും നല്ലതൊന്നും കൂടെ ടേസ്റ്റ് കൂടുതലാണ്. ഈ 3 കാര്യങ്ങളാണ് ഇപ്പം ഞാനിതിൽ ചേർത്തിരിക്കുന്നത്. വെളുത്തുള്ളിയും നമ്മുടെ നല്ല മുളക് അല്ലെങ്കിൽ കുരുമുളക്, അതിൻ്റെ കൂട്ടത്തിൽ കറിവേപ്പില, ഇത് 3 ചതച്ച് ചേർക്കുക. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിന് വേണ്ട മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുക കേട്ടോ.
എന്നിട്ട് പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അരകല്ലുണ്ടെങ്കിൽ അരകല്ലിലൊന്ന് ചതച്ചെടുക്കുക, ഇടികല്ലിലുണ്ടെങ്കിൽ ഇടിച്ചെടുക്കുക. പക്ഷേ ഇതിനെക്കാട്ടിലൊക്കെ ഞാൻ എപ്പോഴും പറയുന്നത് എനിക്ക് ടേസ്റ്റ് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക, ഞെവിടിയെടുക്കില്ലേ, ആ ഒരു തേങ്ങാപ്പാലൊക്കെ വരുന്ന രീതിയിൽ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് കഴിയുമ്പം തന്നെ നല്ല മണമാണ് കേട്ടോ. ഇതിൽ നമ്മൾ കടച്ചക്ക ചേർക്കാതെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു മണമാണ്. നമ്മൾ ഒരു കൂണൊക്കെ തോരൻ വെച്ച് കഴിക്കില്ല, ആ ഒരു ഫ്ലേവർ കിട്ടും. ജീരകമല്ലല്ലോ, വെളുത്തുള്ളിയും പിന്നെ നമ്മുടെ കുരുമുളകും അതിൻ്റെ കൂട്ടത്തിൽ കറിവേപ്പിലയും കൂടെ ചതയ്ക്കുമ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ്, ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഇത് ഇത്ര നമ്മൾ കൈകൊണ്ട് തിരുമിയെടുത്ത് വെച്ചതിനകത്തോട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞതായിട്ടുള്ള നമ്മുടെ ചീമച്ചക്ക അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കണ്ടമാനം വെള്ളം എടുത്ത് ഒഴിച്ചിട്ട് അതിൻ്റെ ഒരു നാച്ചുറൽ ടേസ്റ്റ് മാറിപ്പോട്ടോ. നമ്മൾ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതിനെ ഒന്ന് ചെറിയ തീയിലിട്ട് ആവിയിലിട്ട് വേവിക്കണം. ഒരുപാട് വെന്ത് പോയി കഴിഞ്ഞാൽ കുഴഞ്ഞു പോകും കേട്ടോ. ആ കഷ്ണങ്ങളായിട്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. പെട്ടെന്ന് വേവുന്ന കാര്യമാണ് കേട്ടോ ഈ ഒരു ചീമച്ചക്ക എന്ന് പറയുന്നത്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കൂടി വന്ന ഒരു 3 സ്പൂൺ അല്ലെങ്കിൽ 2 സ്പൂൺ ചെറിയൊരു സവാളയുടെ ആ ഒരു നീര് വരും, കടച്ചക്കയിൽ നിന്ന് കുറച്ച് ഒരു നീരൊക്കെ വരും. ആ ഒരു നീരിൽ വെന്ത് കിട്ടിയാലും മതി. പക്ഷേ ആ മൺചട്ടി ആയതുകൊണ്ട് തന്നെ നമ്മൾ അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടി ലേശം വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് നമുക്ക് നല്ലപോലെ ആവിയിൽ വെച്ചിട്ട് വേവിക്കുക. വേണമെങ്കിൽ മാത്രം ഇതിലേക്ക് നമ്മൾ കടുക് താളിച്ച് ചേർത്താൽ മതി. അല്ലാത്ത പക്ഷം നമ്മളിതിലേക്ക് അവസാനം 1 സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചൊന്ന് ഇളക്കി കഴിഞ്ഞാൽ സംഭവം റെഡി. വളരെ സിമ്പിളായിട്ട് അതീവ രുചികരമായിട്ട് കടച്ചക്ക വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു കിടിലൻ തോരനാണ് കേട്ടോ ഇത്. പിന്നെ വെറുതെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് ചൂട് ചോറിൻ്റെ കൂട്ടത്തിലോ കഞ്ഞിയുടെ കൂട്ടത്തിലോ ചപ്പാത്തി പൊറോട്ട എന്തിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു കറിയാണെങ്കിലും ഈ ഒരു തോരനാണെങ്കിലും ഭയങ്കര കോമ്പിനേഷനാണ് കേട്ടോ. ഈ ഒരു തോരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കടച്ചക്ക തോരൻ്റെ ആ ഒരു ടേസ്റ്റ് ആണെങ്കിൽ പോലും നമ്മൾ കൂണുണ്ടല്ലോ, നമ്മൾക്ക് ഈ മഴയത്തും ഇടിയിലും വരുന്ന കൂണുണ്ട്, ആ കൂൺ തോരൻ വെച്ച് കഴിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ടേസ്റ്റ് ഉണ്ട്. ആ ഒരു സെയിം ടേസ്റ്റാണ് ഈ ഒരു തോരൻ നമ്മൾ കൊടുത്തിരിക്കുന്നത്. കുരുമുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഫ്രഷായിട്ട് ചതച്ച് ചേർത്താണ് ആ ഒരു ടേസ്റ്റിന് കാരണം കേട്ടോ. ഇനി നിങ്ങളെ 2 കാര്യങ്ങൾ പരിചയപ്പെടുത്താം. നമ്മൾ മിക്ക വീഡിയോയിലും കാണിക്കുന്നതാണ്. ഫെയർനെസ് ഓയിലാണ് കേട്ടോ. സ്കിന്നിലുണ്ടാവുന്ന കരിവാളിപ്പൊക്കെ മാറി ഏത് തരത്തിലുള്ള പാടുകളും മാറിയിട്ട് സ്കിന്നിന് നിലവിലുണ്ടാവുന്ന കളറിനെ കാട്ടി ഒരു 2-3 ഷെയ്ഡ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന നാച്ചുറലായിട്ടുള്ള ചേരുവകൾ അടങ്ങിയിട്ടുള്ള ഒരു ഫെയർനെസ് ഓയിലാണ്. പപ്പായ, ക്യാരറ്റ്, ബീട്രൂട്ട്, തേങ്ങാപ്പാൽ, പിന്നെ നമ്മുടെ കുങ്കുമപ്പൂവ്, അങ്ങനെ അവക്കാഡോ, ഒരുപാട് നാച്ചുറലായിട്ടുള്ള ചേരുവകളൊക്കെ ചേർത്ത് തയ്യാറാക്കുന്നതാണ്. അന്നേരം ഇത് ഫുൾ ബോഡി വൈറ്റനിങ്ങിന് പറ്റുന്ന നല്ലൊരു ഫെയർനെസ് ഓയിലാണ് കേട്ടോ. ആർക്കെങ്കിലും വേണമെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യുക. വിളിക്കേണ്ട, നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. എല്ലാ ഡീറ്റെയിൽസും നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. അന്നേരം വളരെ സിമ്പിളായിട്ട് നമ്മുടെ ബ്യൂട്ടി പാർലറിലൊന്നും പോവാണ്ട് യാതൊരുവിധമായ കെമിക്കൽസും ചേരാത്ത ഫെയർനെസ് ഓയിലാണ് കേട്ടോ. നമ്മൾ ഒരുപാട് തവണ നിങ്ങൾ കമൻറ്റിലൂടെയും മറ്റ് കാര്യങ്ങളിലൂടെയൊക്കെ നമ്മളോട് ചോദിക്കുന്ന കാര്യമാണ്. നമ്മൾ നല്ല നല്ല പാക്കുകളും ഡൈകളും അതുപോലെ തന്നെ ഒരുപാട് ഓയിലൊക്കെ തയ്യാറാക്കുമ്പം ഇത് നിങ്ങളിലോട്ട് എത്തിക്കുന്നത് എങ്ങനെയാണ്, ഞങ്ങൾക്കും വേണം എന്ന് പറയുന്നൊരു തുടക്കമായിട്ട് നമ്മൾ അനാർക്കലി ഹെയർ ഓയിൽ പരിചയപ്പെടുത്തി. അത് ഏകദേശം എല്ലാവരും തന്നെ നമ്മൾ ഒരുപാട് പേര് ഇന്നും ചോദിച്ചുകൊണ്ടിരിക്കുന്നതും വാങ്ങിക്കുന്നതായിട്ടുള്ളതാണ് കേട്ടോ. നരച്ച മുടി കറുപ്പിക്കാനാണെങ്കിലും കൊഴിഞ്ഞു പോകുന്ന മുടി കിളിർത്ത് വരാനും നല്ല ഉറക്കം കിട്ടാൻ അങ്ങനെ തുടങ്ങി മുടി സംബന്ധമായിട്ടുള്ള താരൻ, ചൊറിച്ചിൽ, എല്ലാ പ്രശ്നങ്ങൾക്കും. നരച്ച മുടി കറുപ്പിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ തേച്ച് നാളെ കറക്കും നമ്മൾ ഒരാളോടും പറയില്ല. നമ്മളൊരു 3-4 ആഴ്ച തേക്കുക. പിന്നെ എപ്പോഴും പറയുന്ന പോലെ മുടി നരയ്ക്കുന്നതിനും പൊഴിയുന്നതിനും താരനും എന്തിനും ഒരു കാരണങ്ങളുണ്ട് കേട്ടോ. ആ കാരണങ്ങളോടൊപ്പം തന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങളും കൂടെ ഫോളോ ചെയ്യുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും 100% റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും. നമ്മളോട് സംസാരിക്കുന്നവർക്കറിയാം, നമ്മളൊരിക്കലും ഇന്നത് ശരിയാണ്, ഇപ്പം തന്നെ മാറി കിട്ടുമെന്നൊന്നും പറയണില്ല കേട്ടോ. ആർക്കെങ്കിലും വേണമെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറുമായിട്ട് നിങ്ങളൊന്ന് കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്റ്റ് ചെയ്തതിന് നമ്മൾ കറക്റ്റ് ഡീറ്റെയിൽസ് പറയുന്നതാണ് കേട്ടോ. ഈ ഒരു ഓയിൽ ഒരുപാട് പേരിലോട്ട് എത്തിയിട്ടുണ്ട്. ഫെയർനെസ് ഓയിൽ ഇപ്പോൾ നമ്മളൊരു വീഡിയോ ആയിട്ടേ ഉള്ളെന്ന് തോന്നുന്നു നിങ്ങളിലോട്ട് എത്തിച്ചിട്ടുള്ളത്.